2003 സുജാതയെ വിവാഹം ചെയ്ത ആലപ്പുഴ സ്വദേശി ഷൈൻ രാജ് 10 റെജിമെന്റിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. 2004 പട്ടാള ക്യാമ്പിൽ നിന്നും ഇദ്ദേഹം അപ്രത്യക്ഷനാവുകയാണ് ഉണ്ടായത്. ഇന്ന് സുജാതയും സുജാതയുടെ 8 വയസ്സുകാരനായ മകനും സുജാതയുടെ മാതാപിതാക്കളോടൊപ്പമാണ് കഴിയുന്നത്. ഇദ്ദേഹം എവിടെയാണെന്നോ ഷൈൻ രാജിന്റെ യാതൊരു വിവരവും തന്നെ ഈ കുടുംബത്തിന് ഇന്നില്ല. സുജാതയോടൊപ്പം ഇന്ന് പ്രവാസ ലോകത്തിൽ സുജാതയ്ക്ക് കൂട്ടായെത്തിയിരിക്കുന്നത് സുജാതയുടെ അച്ഛനാണ്. കൂടുതൽ സുജാതയുടെ തന്നെ ചോദിച്ചറിയും. ചെങ്ങന്നൂർ, ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ കൊല്ലകളവ് എന്ന സ്ഥലത്താണ്. കൊല്ലകളവ്. ഷൈൻ രാജ് പട്ടാളത്തിലായിട്ട് എത്ര കാലമായി? 2000 ചേർന്ന് പട്ടാളത്തിൽ. 2000 ചേർന്നു. ഇപ്പൊ 12 കൊല്ലായി. 2004 എന്നാ കല്യാണം കഴിച്ചത്? 2003 ഏപ്രിൽ 9. അപ്പൊ പട്ടാളത്തിൽ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് എത്ര കാലം വന്നിരുന്നു? വീട്ടുകാരറിയാതെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. വീട്ടുകാരറിയാതാണ് കല്യാണം കഴിച്ചത്. 10 മാസം കഴിഞ്ഞാ ജോലി സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോയത്. 10 മാസം കഴിഞ്ഞാ ജോലി സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോയി. വാടകയ്ക്ക് വെളിയിൽ താമസിക്കുമായിരുന്നു മിലിറ്ററി ക്യാമ്പിൽ. എവിടെയായിരുന്നത്? ബാംഗ്ലൂര് എംഇജി സെന്ററിന്റെ അടുത്ത്. പിന്നെ അവിടുന്ന് എന്നോട് പറഞ്ഞു, പിന്നെ ക്വാർട്ടേഴ്സ് കിട്ടാനാ, ഒന്നും എഴുതാത്തൊരു മുദ്രപത്രം തന്ന് ക്വാർട്ടേഴ്സിനാന്ന് പറഞ്ഞു അതിനകത്ത് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒന്നും എഴുതാത്ത ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടത്തിയുടെ ഒരു ബന്ധു വീട്ടിൽ എന്നെ കൊണ്ടുവിട്ടു. ചേട്ടത്തിയെ കിട്ടിച്ച് ചങ്ങനാശ്ശേരിയില്ല. അവിടെ ചെന്നപ്പോൾ അവരും അവിടെ ഇല്ല, അവരുടെ നാത്തുവിന്റെ വീട്ടില്ല. അങ്ങനെ അവിടെ കൊണ്ടുവിട്ട്, അവിടെ പെരവാസ്തൂരിയായിരുന്നു. പെരവാസ്തൂരി നടക്കുമായിരുന്നു ചേട്ടത്തിയുടെ നാത്തുവിന്റെ വീട്. വിട്ട് കഴിഞ്ഞപ്പോ ഞങ്ങളെ പറഞ്ഞു എന്നോട് ആസാമിന് പോവാന്ന് പറഞ്ഞത്. പക്ഷെ അപ്പം ചേട്ടത്തിയുടെ മാമന്റെ ഭർത്താവിന്റെ മാമന്റെ വീട് അപ്പുറത്ത്. അവിടെ ഫോൺ ചെയ്ത് ഷൈൻ രാജ് വിളിക്കുന്ന ആസാമിനാന്നും പറഞ്ഞ് വിളിച്ചപ്പോ ചേച്ചി പോയി എടുത്തപ്പം കോളർ ഐ ഡി തെളിഞ്ഞത് ബാംഗ്ലൂരിലെ കോഡ് തന്നെ. അപ്പൊ 3 മാസത്തെ ട്രെയിനിങ്ങിനാ ബാംഗ്ലൂരിൽ വന്നത് ആസാമിന്ന്. ഇപ്പഴാ എന്നെ കൊണ്ടുപോയത്. അപ്പം 3 മാസം തികഞ്ഞതിന് മുമ്പ് എന്നെ കൊണ്ടുവിട്ടത്. എന്നിട്ട് വീണ്ടും ബാംഗ്ലൂരിൽ തന്നെ പോയത്. എന്നിട്ട് ആസാമിലാന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിത് മനസ്സിലാക്കിയ കള്ളമാണെന്ന്. കുറെ വീട്ടുകാരിടപെട്ടാണ് എന്നെ ഇത് മാറ്റിയത്. പിന്നീട് അറിഞ്ഞത് എന്നെ കൊണ്ട് പിടിപ്പിച്ചത്. പിന്നെ ഞാനും എന്റെ അമ്മയുടെ അനിയത്തിയും കൂടെ ബാംഗ്ലൂരിൽ പോയി. അപ്പൊ ഞാൻ ഗർഭിണിയാണെന്നുള്ള ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ടും എല്ലാം ഇട്ടാ കൊണ്ടുപോയത്. അപ്പൊ ഷൈൻ രാജ് അവിടെ ഉണ്ടായിരുന്നു. വിളിപ്പിച്ച് കമാൻഡിംഗ് ഓഫീസർ ആസാമിൽ നിന്ന് വരുന്നുണ്ട്, നിങ്ങൾ വീണ്ടും വരണമെന്ന് പറഞ്ഞ് പിന്നെയും ഞങ്ങൾ പോയി. വന്നിട്ട് അവിടുത്തെ സാറന്മാരെല്ലാം കണ്ട് കാര്യമെല്ലാം പറഞ്ഞ് വീണ്ടും പോയി തിരിച്ചു വന്നിട്ട്. അപ്പം കമാൻഡർ സാറിന്റെ ഉപയോഗിച്ച് ഷൈൻ രാജ് എല്ലാം സമ്മതിച്ചു. അച്ഛൻ ഒപ്പിട്ട പേപ്പർ അച്ഛൻ കൊണ്ടുപോയെന്നും വീട്ടുകാർ നിർബന്ധിച്ചിട്ടാ എനിക്ക് ഒരുമിച്ച് ജീവിക്കാനാ താല്പര്യമെന്നെല്ലാം ഷൈൻ രാജ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം രോഹിത് കപൂർ എന്ന പേര് ആസാമിലെ കമാൻഡർ സാർ. അദ്ദേഹം ഞങ്ങൾക്ക് താമസിക്കാൻ ക്വാർട്ടേഴ്സും താക്കും എല്ലാം തന്നു. എന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാനുള്ള ട്രെയിനിലെ ടിക്കറ്റ് വരെ എനിക്ക് തന്നുവിടാമെന്ന് പറഞ്ഞു. അദ്ദേഹം അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫോണൊന്നും വിളിക്കുന്ന വിവരവും ഇല്ല. അപ്പൊ ഞാൻ 7 മാസം ഗർഭിണിയായപ്പോ വീണ്ടും ഞങ്ങൾ ബാംഗ്ലൂരിൽ അച്ഛനും ഞാനും ഞങ്ങളുടെ ഒരു ബന്ധു ഒരണ്ണനുമായിട്ടാണ് പോയത്. ഇപ്പൊ സന്ധ്യ അദ്ദേഹത്തെ കണ്ടപ്പോഴേ, സന്ധ്യയായപ്പോ അദ്ദേഹത്തെ ഒത്തിരി മിലിറ്ററി ക്യാമ്പിലും ഈ ഗോള് പന്ത് കളി അത് അവിടെ മൈതാനത്തിൽ പോയാ കണ്ടത്. അപ്പൊ എല്ലാരും എല്ലാ സ്റ്റേറ്റിലെ കമാൻഡേഴ്സും ഉണ്ട് സാറിന്റെ കൂടെ. അപ്പൊ എന്നോട് പറഞ്ഞു, സുജാത ഞാൻ നിന്റെ പേര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നീ വിഷമിക്കേണ്ട, എന്റെ മോളെ പോലാണ്. നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് പറഞ്ഞു, ഷൈൻ രാജിന്റെ പെങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ നിന്നെ അവൻ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ മാസത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ 3000 രൂപ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഈ ലെറ്റർ വരുക കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഈ ലെറ്റർ വരും എംഇജി സെന്ററിൽ നിന്ന്. അവിടുന്ന് ആസാമിൽ നിന്നെല്ലാം കമാൻഡർ ലെറ്റർ അയച്ചു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ മിസ്സായെന്ന് പറഞ്ഞു. മിസ്സായിപ്പോ ആള് ലെറ്റർ എനിക്ക് വന്നു. പോലീസ് സ്റ്റേഷനിലും SIക്കും എല്ലാം വന്നു. പിന്നെ ആ 3000 രൂപ ശമ്പളം അന്നത്തെ 3000 രൂപ എനിക്ക് കിട്ടി സാർ അയച്ചത്. പിന്നെ ആളിനെ കുറിച്ച് വിവരമില്ല. പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനു മുമ്പ് ഒരു പീഡനങ്ങളൊക്കെ അവർ വീട്ടുകാർ തന്നു. ഗർഭിണി തന്നെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കാനൊക്കെ വരികയും വെട്ടോത്തി കൊണ്ട് വെട്ടാൻ വരിക വഴക്കൊക്കെ ഉണ്ടായി. അവർ മോന് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് അവർ വഴക്കിന് വന്നത്. അപ്പൊ ഞാൻ കണ്ട് എനിക്ക് പട്ടാളത്തിലെല്ലാം ഇതായാലും എന്തിനാ അവരുടെ വസ്തുവിന് വീട്ടിലൊന്നും ഞങ്ങൾ വേണ്ട എന്ന് വെച്ച്. അപ്പം വക്കീലിനെ കണ്ട വക്കീൽ പറയൊരു കാര്യം ചെയ്യും, ഇവരുടെ വീട് അറ്റാച്ച്മെന്റ് ചെയ്യാൻ പറഞ്ഞു. വസ്തു അറ്റാച്ച്മെന്റ് ചെയ്യാൻ ചെന്നപ്പോൾ അറിയുന്നത് ഞാൻ 3 മാസം ഗർഭിണിയായിരിക്കെ തന്നെ അവരെ അമ്മായിയമ്മയുടെ സഹോദരിയുടെ പേരിൽ ഇവർ എഴുതി വെച്ചേക്കുക വീട് സ്ഥലം കൈമാറ്റം ചെയ്തതായിട്ട്. അപ്പൊ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ കേസാണ് നടന്നെങ്കിലും കേസ് അങ്ങ് തോറ്റ് അവരവിടെ വിറ്റു. 30 ലക്ഷത്തിന് വിറ്റു. അബ്ദുള്ളാന്ന് പറഞ്ഞൊരു അണ്ണന് വിറ്റ് ഞങ്ങളുടെ അടുത്തുള്ള. എന്നിട്ട് മുണ്ടക്കയത്ത് അങ്ങോട്ട് സ്ഥലം വാങ്ങിച്ച് അവിടെ പോയേക്കുക.
മോളെ കെട്ടിച്ചു. മോക്കിപ്പോ 2 പിള്ളേരുണ്ട്. ഇടയ്ക്ക് ഗർഭിണിയായിരുന്നല്ലോ, അതിനുശേഷം പറയും. അതിനുശേഷം എന്തായാലും പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും പ്രസവിച്ച് കിടന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു അവർ അമ്മയുടെ അനിയത്തി ഇവിടെ പല്ലാരിമംഗലം മാവേലിക്കര അവിടെ കടയിൽ ഷൈൻരാജിനെ കണ്ടതായിട്ട് വന്ന് പറഞ്ഞു. ഇവിടെ ദുബായിലോ? അല്ല, മാവേലിക്കര ഇല്ല, ഗൾഫിലാണ് കണ്ടതായിട്ട് വന്ന് പറഞ്ഞു. അന്ന് SIM കൂട്ടി എന്റെ അച്ഛനാ അവിടെ ചെന്നപ്പോഴത്തേക്ക് കട അങ്ങ് അടച്ചു. ഇപ്പൊ ഷൈൻരാജ് എവിടെയുള്ളതായിട്ടാ സുജാതയ്ക്ക്? ഗൾഫിലുണ്ടെന്ന് ഞാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സഞ്ജീവിനി എന്ന് പറയും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക അറ്റൻഡറായിട്ട്. അപ്പൊ അവിടെ അറിയാവുന്ന ഒരാളവിടെ വന്നപ്പം ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഇന്നപോലെ ഗൾഫിൽ പോയേക്കുവാന്ന്. ഇപ്പൊ പോയിട്ട് വീണ്ടും പോയേക്കുവാ. 4 മാസമായി. വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ഇപ്പം മുണ്ടക്കയത്ത് ഉണ്ട്. ഇന്നലെ ഇങ്ങോട്ട് പോരാൻ നേരം അറിഞ്ഞു അച്ഛൻ മരിച്ചു. 4 ദിവസമായി. മുണ്ടക്കയത്തുണ്ടെന്ന് പറഞ്ഞു. ചേതയ്ക്ക് തീ കൊളുത്താനൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആള്. ഷൈൻരാജിന്റെ നിലപാട് എന്തായില്ലേ? അതിപ്പോ കൃത്യമായിട്ട് പറഞ്ഞില്ല. ഷൈൻരാജ് ഇപ്പൊ ഷൈൻരാജ് ഇതുവരെ എന്നെ നേരിട്ട് തള്ളി പറഞ്ഞിട്ടില്ല. വീട്ടുകാരെങ്കിലും സുജാതയോടുള്ള സംസാരത്തിൽ ഷൈനും താല്പര്യമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സാറ് ചോദിക്കുന്നത്. അതാണോ? അതിന് കണ്ടില്ല. അന്ന് ഈ ചാടിപ്പോയ 8 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള സംസാരത്തിൽ വീട്ടുകാരുടെ നിർബന്ധം മാത്രമല്ല തനിക്കും താല്പര്യമില്ല എന്നുള്ള തോന്നൽ അതിനിടയിലും ഉണ്ടായിട്ടില്ല. വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് ഷൈൻരാജിൽ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഈ ദുബായി പോയിന്നും ഗൾഫിൽ പോയിന്ന് പറയുന്ന സമയത്തൊക്കെ സുജാതയെ വിളിക്കണ്ടേ ഷൈൻ? വീട്ടുകാരില്ലല്ലോ അപ്പോഴൊന്നും കൂടെ. അച്ഛൻ മരിച്ചറിഞ്ഞപ്പോൾ സെക്കന്ദരാബാദിലൊക്കെ ബന്ധുക്കളുണ്ട്. പൂനായിൽ എപ്പോഴും ബന്ധുക്കൾ കൂടെ ഉണ്ടാവില്ലല്ലോ. അവിടെ ആണോന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പം ഞാൻ സുജാത ചോദിക്കുന്നത്, നമുക്ക് ഇപ്പൊ ഇയാള് ചങ്ങനാശ്ശേരിയിലുണ്ട് അല്ലെങ്കിൽ മുണ്ടക്കയത്തുണ്ട്. അപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, സ്വന്തമായിട്ട് ജീവിച്ചിരിക്കുന്നു, നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോ സുജാതയെ ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലായില്ലേ? അദ്ദേഹം സുജാതയുമായി ബന്ധപ്പെടാത്തത് സുജാതയെ ഒഴിവാക്കാനാണോ? അങ്ങനെ ഇപ്പൊ സുജാത ആവശ്യപ്പെടുന്നത് ഒഴിവാക്കി കിട്ടാനാണോ അതോ കൂടിച്ചേരാനാണോ? ഷൈൻരാജിനെ കാണാത്തതല്ല പ്രശ്നം. ഷൈൻരാജ് സുജാതയുമായിട്ട് രമ്യതയിൽ കഴിയാത്തതാണ് വിഷയം എന്നുള്ളതാണ് പ്രശ്നം. സുജാതയ്ക്ക് ഷൈൻരാജിനെ വേണം. ഷൈൻരാജിനെ ഇന്നും സുജാത ഇഷ്ടപ്പെടുന്നു. സുജാതയെ ഷൈൻരാജും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും തള്ളി പറയാത്ത വിധത്തിൽ എന്തോ ചില പ്രശ്നങ്ങളിൽ പെട്ട് സുജാതയുമായിട്ട് ബന്ധം ചെയ്യുന്നു. ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളില് ജാതിയുണ്ടോ എന്നൊരു സംശയം. ഞാൻ പലപ്പോഴും പറയുന്നത് ജാതി എത്ര കഴുകിക്കളഞ്ഞാലും പോകാതെ നമ്മളെ പിന്തുടരുന്ന ഒരു അല്ലേ? അതൊക്കെയല്ലോ ഇപ്പൊ ജാതിയില്ല മതമില്ല ഒക്കെ എന്നൊക്കെ പറഞ്ഞാലും ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ഇതിൽ തന്നെയാണ്. ഷൈൻരാജ് ജാതിയുടെ പ്രശ്നത്തിലാണോ ഈ കുട്ടി ഒഴിവാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് മുമ്പേ ജാതി വരേണ്ടതായിരുന്നു അല്ലേ? ജാതി അറിഞ്ഞിട്ടാണല്ലോ ഇതിനൊക്കെ പുറപ്പെട്ടത്. ഒരുമിച്ച് ജീവിച്ച് കുട്ടിയുണ്ടായതിനു ശേഷം ജാതി വരുന്നത് ശരിയല്ല. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ദാരിദ്ര്യം എല്ലാവർക്കും ഉണ്ടാവും. ഒരു കാലത്ത് ആ കുട്ടി രക്ഷപ്പെട്ടാലോ ജോലി ചെയ്യുന്നുണ്ട്, അതൊന്നൊരു വിഷയമല്ല. ഒരു മകനുണ്ട്. അപ്പോ ഷൈൻരാജ് ഏതടിസ്ഥാനത്തിലാണ് സുജാതയെ ഒഴിവാക്കി നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഒരു കാര്യത്തിൽ ഞാൻ ഷൈൻരാജിനെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. വീണ്ടും സുജാതയുമായി യോജിച്ച് സന്തോഷപൂർവ്വമുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഈ സന്ദർഭത്തിൽ എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വിദേശത്തും സ്വദേശത്തും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പ്രവാസ ലോകം നടത്തുന്നത്. ഇത് തികച്ചും സൌജന്യമാണ്. കാണാതാകുന്നവരുടെ ഫോട്ടോ അയക്കുന്നയാളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം പ്രവാസ ലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. വിദേശത്ത് കഴിയുന്ന അച്ഛനെ ഒരു നോക്ക് കാണുവാൻ കാത്തിരിപ്പിൽ രാവുകൾ തള്ളി നീക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത പ്രവാസലോകത്തിലൂടെ നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.